ഹലോ, ഈ വീഡിയോയിൽ കാണുന്നത് സ്റ്റോക്കിംഗ് അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ബുദ്ധിമുട്ടാണ്, കറക്റ്റല്ല. പിന്തുടരുന്ന പറയണം. പിന്തുടരുന്ന പറയാൻ നേരത്ത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള പിന്തുടരുന്ന അതല്ല, ഹെൽത്തി ആയിട്ടുള്ളതല്ല. അപ്പം ഇതെന്ന് പറയാൻ നേരത്ത് ഇപ്പം കാണപ്പെടുന്നത് കൂടുതലും മുമ്പേ എന്ന് പറയാൻ നേരത്ത് ഈ സിനിമ നടികൾ അല്ലെങ്കിൽ സിനിമ നടന്മാർ അവരെയൊക്കെ ആയിരുന്നു. ഇപ്പം യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നവരെയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണപ്പെട്ടതെന്ന് പറയാൻ നേരത്ത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ സൗത്ത് കൊറിയയിലാണ് ഈ അടുത്തിടയ്ക്ക് വന്നത്. സൗത്ത് കൊറിയയിൽ ഇതുപോലെ എന്ന് പറയുന്ന നേരത്ത് ഒരു യൂട്യൂബർ വീഡിയോ എടുക്കുന്ന ആളാണ്, ലേഡിയാണ്. അപ്പോൾ 50 വയസ്സ് മേലെയുള്ള ഒരാളാണ് പുറകെ നടക്കണം. എന്നാൽ ആലോചിച്ച് നോക്കുക, ആദ്യമേ തന്നെ ഈ 50 വയസ്സ് മേളിലുള്ളവർ എന്ന് പറയുന്ന നേരത്ത് അത് തന്നെ ഈ ഇതിൻ്റെ പുറകെ നടക്കാന്ന് പറയുന്ന നേരത്ത് സമൂഹ മാധ്യമത്തിന് പുറകെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഈ ടൈപ്പ് അത് പറയുന്നത് അത് തന്നെ ഒരു പ്രശ്നമാണ്. അത് തന്നെ ഒരു ശരിയല്ല. മീൻസ് അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അത് തന്നെ ഹെൽത്തിയല്ല. അത് തന്നെ അങ്ങനെ പറയാം. പിന്നെ നമ്മളെടുത്ത് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ന് പറയുന്നത്, അതായത് മറ്റേ ജപ്പാനിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെ യൂട്യൂബർ ഇങ്ങനെ, അതായത് ലൈവായിട്ടൊക്കെ ഇപ്പം ചെയ്യാമല്ലോ, ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് പുള്ളിയുടെ പ്രേക്ഷകരുടെ മുമ്പേ വെച്ചിട്ട് സ്റ്റോക്കർ, അതായത് ഇത് ചെയ്യുന്ന ആൾ കൊല്ലുകൊണ്ടായി. അതാ രസം, അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചുമ്മാ ഇനിയിപ്പോൾ ഈ പ്രാന്ത് ഈ നാട്ടിലുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രാന്ത് നാട്ടിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് വരുന്നില്ല, അതാ രസം. ഏതെങ്കിലും ഒരു വലിയ കേസായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷെ നാട്ടിലും ഇത് നടക്കുന്നുണ്ട്. നാട്ടിലെങ്ങാണ്ട്, അതായത് കേരളത്തിലല്ല, ഇന്ത്യയിലെങ്ങാണ്ട് 1,00,000 മേളിൽ, 1,25,000 കേസ് മേളിൽ ഇത് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അടുത്ത നടന്നതെന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിൽ എടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയാൻ നേരത്ത് ഈ പുള്ളി, അതായത് ഈ ഇത് തന്നെ എന്ന് പറയുന്നത് പിന്തുടരുന്നത് പറയാൻ നേരത്ത്, സ്റ്റോക്ക് ചെയ്യുന്ന ആളെന്ന് പറയാൻ നേരത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വട്ട് തന്നെയാണ്, മാനസിക പ്രശ്നം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ എന്തായാലും ഓൾറെഡി കടവാണ്, ഓൾറെഡി കടത്തി കിടക്കുകയാണ്. ഇപ്പോൾ കടത്തി കിടക്കാൻ നേരത്ത് ഈ പുള്ളിക്കാരിക്ക് വേണ്ടി നല്ല വയസ്സ് വ്യത്യാസമുണ്ട് കേട്ടോ, അതാ രസം. ഈ പുള്ളിക്കാരിക്ക് വേണ്ടി പുള്ളി ചെലവഴിച്ചിരിക്കുന്ന പറയാൻ നേരത്ത് $70,000, ഒരു 100 വെച്ചോ, 100 90 രൂപയാണ്. $70,000 എന്ന് പറയാൻ നേരത്ത് ഒരു 62 ലക്ഷം രൂപയാണ് ഈ പുള്ളിക്കാരിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതാ രസം. അത് കലക്കി എന്തായാലും കാര്യം പറഞ്ഞല്ലോ. അതായത് ഇത്രയും കാശ് ഒരു പുള്ളിക്കാരിക്ക് വേണ്ടി സേവ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരി ആദ്യമേ സേവ് ചെയ്യാൻ നേരത്ത്, മീൻസ് പുള്ളിക്കാരിക്ക് വേണ്ടി കാശിറക്കാൻ നേരത്ത് അത് കൊള്ളാമല്ലോ, അതെല്ലാവർക്കും അങ്ങനെയാണ്, കാശിറക്കാൻ നേരത്ത് കൊള്ളാമല്ലോ എന്നുള്ളൊരു ഫീലിംഗാണ്. പിന്നെ പറ്റുന്നതെന്ന് പറയാൻ നേരത്ത് ഈ പുള്ളിക്കാരി നിന്ന് പുള്ളി കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതിനകത്ത് നിന്ന് പുള്ളിക്കാരിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ കയറി കാച്ചിക്കാണ് കൊന്നതാണ്.